റോഡ് സേഫ്റ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടി സംഘടിപ്പിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. കഴിഞ്ഞ ഒരു വർഷമായി സെന്റ് മേരീസ് ഹൈസ്കൂൾ ചെറുപുഴയിൽ തുടർച്ചയായി സംഘടിപ്പിച്ച ട്രാഫിക് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സമാപനമായി റോഡ് സേഫ്റ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടി സംഘടിപ്പിച്ചു. സുരക്ഷിത മാർഗ് പദ്ധതിയുടെ ഭാഗമായി നടന്ന ഈ പരിപാടി വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ SI ക്ലിന്റ് മാത്യു ബോധവൽക്കരണ സന്ദേശം നൽകി. നമ്മൾ ഏതൊരു റോഡിലൂടെയും ഓവർടേക്ക് ചെയ്യാനുള്ള പ്രവണത വരും. അപ്പൊ ഇവിടെ രണ്ടുപേരെ ഉള്ളതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ചെറുപുഴ ടൗണ് കുറച്ച് ബിസി ആയതുകൊണ്ട് നിങ്ങളുടെ ഓവർടേക്കിംഗ് വന്നാൽ ബുദ്ധിമുട്ടാകും എന്നുള്ള തരത്തിലാണ് അവിടെ രണ്ടുപേരെ വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മള് ഡ്രൈവർമാര് അല്ലെങ്കിൽ പ്രൈവറ്റ് വണ്ടി ഓടിക്കുന്നവര് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടതിന്റെ ആവശ്യകത, റോഡ് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ, കുട്ടികളും രക്ഷിതാക്കളും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവ അദ്ദേഹം വിശദമായി അവതരിപ്പിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനിക്കൽ ഫസ്റ്റ് എയ്ഡ് കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാർക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ വിതരണം ചെയ്തു. ട്രാഫിക് ബോധവൽക്കരണ പരിപാടിയാണ് നമ്മൾ കാണുന്ന ഓരോ ദിവസവും റോഡിൽ പിരിയുന്ന ജീവനുകൾ ഒരുപക്ഷെ ഒരു നിമിഷം നേരത്തെ അശ്രദ്ധ മൂലമുള്ള ഒരു ജീവൻ പിരിയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ബോധവൽക്കരണ ക്ലാസ്സാണ് നമ്മളിവിടെ സന്ദേശമാണ് നമ്മൾ കേട്ടത്. അത് വെറും കേട്ടിട്ടാണ് ഓരോരുത്തരുടെയും ജീവനും ഒരു ജീവൻ രക്ഷാ പ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നിയമങ്ങൾ പാലിക്കുന്നത് അധികാരികളുടെ സമ്മർദ്ദം മൂലമാകരുത്, അവരെ കാണുന്നത് മാത്രമാകരുത്. നമ്മളത് ജീവിതത്തിൽ പാലിക്കാൻ കടപ്പെട്ടവരാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അപകടമില്ലാതെ ഒരു സുരക്ഷിതമായ യാത്ര നമുക്ക് തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ യാത്രയും കടന്നു പോകും തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നമ്മെ കാത്തിരിക്കുന്ന ഒരു കുടുംബം നമുക്കുണ്ടെന്ന ഒരു ബോധം എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ച കാക്കഞ്ചൽ സെന്റ് മേരീസ് ഹൈസ്കൂളിന്, അതിന്റെ പ്രവർത്തകർക്ക്, അല്ലെങ്കിൽ അധ്യാപകർക്ക്, അതിൽ പങ്കെടുക്കാനുള്ള കുട്ടികൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് മേരിക്കുട്ടി മാത്യു, ജോബി ജോൺ, ബിജു തോമസ്, സിസി ജേക്കബ്, കെ രമ്യ, സുരക്ഷിത മാർഗ സ്കൂൾ കോർഡിനേറ്ററായ സജീഷ് ടി മാത്യു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. റോഡ് സുരക്ഷയുടെ സന്ദേശം കലാരൂപത്തിലൂടെ അവതരിപ്പിച്ച ഈ പ്രകടനം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. പ്രേക്ഷകർക്ക് ഒരേ സമയം വിനോദവും ബോധവൽക്കരണവും നൽകുന്ന രീതിയിലായിരുന്നു അവതരണം. NCC കേഡറ്റുകൾ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു. കഴിഞ്ഞ ഒരു വർഷമായി നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ, ക്യാമ്പയിനുകൾ, മത്സരങ്ങൾ, ബോധവൽക്കരണ ക്ലാസുകൾ, സാമൂഹിക ഇടപെടലുകൾ എല്ലാം ഒരുമിച്ച് കൂട്ടിയ ഒരു സമാപന വേദിയായി ഈ പരിപാടി മാറി. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. റിസർവ് ബാങ്ക് അംഗീകാരമുള്ള ജില്ലയിലെ നമ്പർ 1 ബാങ്ക്. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ, പൂർണ്ണ സുരക്ഷിതത്വം, 1 കോടി രൂപ വരെ വായ്പ നൽകുന്നു. എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ഞങ്ങൾ നൽകുന്ന വായ്പകൾ ഭവന നിർമ്മാണം, മത്സ്യ സംസ്കരണം, സോളാർ പദ്ധതി, ഹോട്ടൽ വ്യവസായം. ഈ ബാങ്ക് ഉപഭോക്താക്കൾക്ക് നല്ല സഹകരണം, നല്ല സേവനം, കസ്റ്റമേഴ്സിന് ഉപകാരപ്രദമായ ധാരാളം പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. ഭവന വായ്പ, ബസ്, കാർ, 2 വീലർ ലോണുകൾ, സ്വയം തൊഴിൽ, ചെറുകിട വ്യവസായം, വസ്ത്രവ്യാപാരം, വിദേശ പഠനം, ഇന്റർലോക്ക് ആൻഡ് ബ്രിക്സ്, കൂടാതെ സ്വർണ്ണ പലിശ 7% മുതൽ. മൊബൈൽ ബാങ്കിംഗ്, ATM, ലോക്കർ സൗകര്യങ്ങൾ. ഫിനാൻഷ്യൽ സൗണ്ട് ആൻഡ് വെൽ മാനേജ്മെന്റ് അംഗീകാരം ലഭിച്ച ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയില്ലാതെ ബ്രാഞ്ചുകൾ തുടങ്ങാൻ കഴിയുന്ന FSWM അംഗീകാരം. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ബ്രാഞ്ചുകൾ പയ്യന്നൂർ മെയിൻ ഈവനിംഗ്, പെരുമ്പ റെയിൽവേ ഗേറ്റ്, രാമന്തളി, കരിവള്ളൂർ, മാതമംഗലം, പെരുമ്പടവ്, ചെറുപുഴ. 10ാമത് ബ്രാഞ്ച് അരവഞ്ചാലിൽ